ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട്. കാരണം കുറച്ച് ഒരു മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സെല്ലിംഗ് ഒക്കെ നമുക്ക് ഈ ലാസ്റ്റ് ദിവസം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ്, അത്രത്തോളം നല്ലൊരു സെല്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പക്ഷേ മൊത്തത്തിലുള്ള മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു കുറച്ചും കൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ മറ്റ് മാർക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ബെയറിഷിലേക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ബുള്ളിഷിലേക്ക് തന്നെ പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷിലേക്ക് തന്നെ പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്രത്തോളം ഒരു സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഫിയറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത്രത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് നമുക്കിവിടെ തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കണം നാളത്തേക്കുള്ള വ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിലും 25,000 ആ ഒരു പോയിന്റിലേക്ക് എത്തിയതിന് ശേഷമാണ് 25,000 അതിന് മുകളിൽ മാർക്കറ്റ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് നമുക്കൊരു 150 പോയിന്റ് അനുസരിച്ചുള്ളൊരു ഗ്യാപ്പ് ഡൗൺ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മോർണിംഗ് ടൈമിൽ വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെ ഒരു പുഷ് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസിലേക്ക് കറക്റ്റായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ നല്ലൊരു വൺ ഡയറക്ഷൻ പുഷ് തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു കറക്ഷൻ വരുന്നത് കുറച്ചും കൂടെ നല്ലത് തന്നെയാണ്. ഒരു സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ കുറച്ചും കൂടെ നല്ലത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നോക്കാം. 50 മിനിറ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ട് എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് ദിവസത്തെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് വീണെങ്കിലും നമ്മളിവിടെ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെ പുഷ് ചെയ്തത്. ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു ഈ ഒരു പോയിന്റ്. മാർക്കറ്റ് നോക്കി അത്ര ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷവും ആ ഒരു പോയിന്റിൽ തന്നെയാണ് റിക്കവർ ചെയ്ത് വീണ്ടും ബുള്ളിഷിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏതാണോ റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ആ ഒരു പോയിന്റിൽ തന്നെ വന്നിട്ട് മാർക്കറ്റ് നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ മണ്ടേയിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിന് നല്ല രീതിയിൽ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഏതൊക്കെ പോയിന്റ് ആയിരിക്കും നോക്കേണ്ടതെന്നും ഇനിയും ബുള്ളിഷിലേക്ക് സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നാളത്തെ മാർക്കറ്റിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റായിട്ടുള്ള ലെവൽസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുവിധം ലെവൽസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ, ഞാൻ കൂടുതലായിട്ട് നോക്കുന്ന ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു സപ്പോർട്ട് ഈ ഒരു പോയിന്റിലേക്ക് വെച്ച് ഓപ്പൺ ചെയ്താലും ഇതൊരു റെസിസ്റ്റൻസ് ആയി മാറാനും അതേപോലെ തന്നെ മെയിനായിട്ടൊരു സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവലാണ് ഞാൻ ഈ ചാർട്ടിൽ എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ കിട്ടോ, ഫസ്റ്റത്തെ സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെ ഒരു പുഷ് നമുക്ക് അപ്പ് സൈഡിലേക്ക് കാണാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇത്ര ഒരു ചെറിയൊരു സെല്ലിംഗ് വരുമ്പോൾ നമ്മളതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും മെയിനായിട്ട് എടുത്ത് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ മൊത്തത്തിലൊരു ട്രാപ്പ് നോക്കുമ്പോൾ ഈ രീതിയിലേക്കും ട്രേഡ്സ് കിട്ടുക, പെട്ടെന്നുള്ളൊരു മൊമെൻറ്റം ഈ ഒരു ലെവലിൽ നിന്നൊക്കെയായിരിക്കും കാണാനായിട്ട് സാധ്യത ഉണ്ടാവുക. ഡൗൺ സൈഡിലേക്ക് നോക്കാനായിട്ട് പറ്റുന്ന പോയിൻറ്റ്സ് എല്ലാം ഇവിടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പ് സൈഡിലേക്കുള്ള 2 പോയിന്റ് മാത്രമേ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യാനും ചെറിയൊരു പുഷ് തരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ഈ ഒരു പോയിന്റ് വരെയാണ്. ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡ്സിന് വളരെയധികം സാധ്യതകളുണ്ട്. ഒന്നാമത്തെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു സെല്ലിങ്ങിന് സാധ്യതയുണ്ടാവും. അതേപോലെ അപ്പ് സൈഡിലേക്കുള്ള വലിയൊരു വ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് മൊത്തത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇച്ചിരി കൂടെ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും അഗ്രസീവായിട്ട് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊന്നും എനിക്കൊന്നും എന്തായാലും ഇല്ല. പിന്നെ മൺഡേ ആണ് ഈ പറഞ്ഞ പോലെ. മൺഡേ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതും പോലെ തന്നെ നമുക്ക് മോർണിംഗിലെ ഒരു ട്രെൻഡ് വളരെയധികം റിസ്ക് ആയിരിക്കും. മോർണിംഗിലെ ട്രേഡ് എപ്പോഴും റിസ്ക് തന്നെയായിരിക്കും. അപ്പോൾ മോർണിംഗിൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ്. ഇതിപ്പോൾ എനിക്ക് മൺഡേ എല്ലാ ദിവസവും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു നോർമലി നമ്മളൊരു അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നു, ഒരു ട്രെൻഡ് നോക്കി അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് ഒരു ഓപ്പോസിറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ട്രേഡിന് അഗ്രസീവായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ മോർണിംഗിലെ ട്രേഡ്സൊക്കെ ഒരുപാട് ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ ഇങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളത്തെ ട്രേഡ്സൊക്കെ ഒഴിവാക്കിയാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും ട്രേഡ് വേണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ടുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും ഒരു ട്രാപ്പായി മാറാനുള്ള സാധ്യതയൊക്കെയാണ് വളരെയധികം കൂടുതലുള്ളത്. ആ ലെവൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെ മെയിനായിട്ടുള്ള ലെവൽസ് കേട്ടോ, ഈ 2-3 പോയിൻ്റൊക്കെയാണ് എടുത്ത് കറക്റ്റായിട്ട് പറയാനുള്ളത്. അതേപോലെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് കറക്റ്റായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും നിഫ്റ്റിയിലും മെയിനായിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് മെയിൻ ഒരു ഇപ്പോൾ നോക്കി
മാർക്കറ്റ് ബുള്ളിഷിലേക്ക് കയറിപ്പോയപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ആകെ ഒരു കറക്ഷൻ തന്നിട്ടുള്ളത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ വൺ ഡയറക്ഷൻ പുഷൊക്കെ തന്നെയായിരുന്നു. മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെറിയൊരു പുഷ് തരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു 2 പോയിന്റ് ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു സെല്ലിങ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിനായിട്ടുള്ള സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് നല്ല സ്പീഡിൽ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ലൊരു പോയിന്റ് ഉണ്ട്. സിമ്പിളായിട്ട് തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്കൊന്ന് കറക്റ്റായിട്ട് നോക്കുക. ആ ഒരു ലെവൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ എടുത്തു പറയുന്ന 1-2 കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നാളെ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രഷറും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉണ്ടെന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രേഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കറക്റ്റായിട്ടുള്ള ലെവൽസും കാര്യങ്ങളെല്ലാം കറക്റ്റ് എല്ലാ വീഡിയോയിലും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരച്ച് വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. മാർക്കറ്റ് ആ സെൻറ്റിമെൻറ്റ് ഇപ്പോൾ ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി ട്രേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ മിണ്ടാതിരുന്നെന്ന് വെച്ചും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ദിവസം പറഞ്ഞ പോലെ 25,000 ആ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് സിമ്പിളായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സെല്ലിങ്, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്നൊരു സെല്ലിങ് തന്നെയാണ്. എന്നിരുന്നാലും ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ മെയിൻ ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല റിവേഴ്സിലും നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞു കൂട്ടേണ്ട എന്തായിരുന്ന കാര്യങ്ങൾ ആ ഒരു പോയിന്റിലെല്ലാം വെച്ച് തന്നെ നല്ലൊരു റിവേഴ്സിലും നല്ല നല്ല ട്രേഡ്സും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോയിന്റ്സൊക്കെ എല്ലാവരും ക്യാച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നാളത്തെ മാർക്കറ്റിലേക്ക് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഗ്യാപ് ഡൗൺ അതുപോലെ തന്നെ ഇങ്ങനെ സെല്ലിങ് ചെറിയൊരു സെൻറ്റിമെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സേഫായിട്ട് നിൽക്കാനായിട്ട് എപ്പോഴും നോക്കുക. എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കണം ആ ഒരു രീതിയിലേക്ക് നോക്കാതെ മാർക്കറ്റിൽ എന്തൊക്കെയാണോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഐഡിയ ഇല്ല എന്നുള്ളവരാണെങ്കിൽ അതിൽ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രേഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. ബാക്കിയുള്ള ലെവൽസും കാര്യങ്ങളും ഞാൻ എല്ലാം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ എന്തായാലും ചെറിയൊരു ബുള്ളിഷിലേക്ക് ഒരു പുഷ് കിട്ടാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഈ ഒരു 2 പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഡേ ഹൈൻ്റെ ഈ ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിങ്ങിന് എന്തായാലും സാധ്യത ഉണ്ടാവും. ഈ ഒരു പോയിന്റ് എന്തായാലും കറക്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ബാക്കി ഇത്രയും കാര്യങ്ങളാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.